നല്ല ചൂടാണ് ചുറ്റുമെന്ന് നമ്മൾ പരസ്പരം പറഞ്ഞു തുടങ്ങിയിട്ട് കുറേ ദിവസമായി. ഈ ചൂട് കുറയുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല എന്ന് മാത്രമല്ല, മുന്നറിയിപ്പുകൾ വരുന്നതനുസരിച്ച് അടുത്ത ദിവസങ്ങളിൽ ഇതിനേക്കാളും ചൂടാകുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പും ഒക്കെ നൽകുന്ന മുന്നറിയിപ്പ്. പുറത്തിറങ്ങിയാൽ പൊള്ളുന്ന സ്ഥിതിയാണ്. വണ്ടി ഓടിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം പ്രത്യേകിച്ചും ഇരുചക്ര വാഹനത്തിലൊക്കെ ഓടിച്ച് വിയർത്തു കുളിച്ച് ഉച്ചസമയത്തെ ഡ്യൂട്ടിക്കൊക്കെ വരുന്ന സഹപ്രവർത്തകരെയൊക്കെ കാണുമ്പോൾ ശരിക്കും നമുക്കും സങ്കടമാകും. വണ്ടി ഓടിക്കുന്നവർക്കായി ചില നിർദ്ദേശങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് നൽകിയിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അത് നമുക്കൊന്ന് പരിശോധിച്ച് വരാം. ചൂട് കാലത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ചും വാഹനങ്ങളുമായി പുറത്തിറങ്ങുന്നവർ. അപ്പോൾ വാഹനങ്ങളുടെ ടയർ എയർ പ്രഷർ അല്പം കുറച്ചിട്ടാം. അതോടൊപ്പം തന്നെ റേഡിയേറ്റർ കൂളന്റ് അളവ് ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കണം. വാഹനങ്ങൾ പരമാവധി തണലത്ത് കൊണ്ടുപോയി ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ചൂടത്ത് കൊണ്ടുപോയി ഇട്ടിട്ട് ആ വാഹനവും എടുത്ത് വീണ്ടും യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് എത്രയാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അതുപോലെ തന്നെ എങ്ങനെയാണ് പാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കൂടുതൽ കാര്യങ്ങൾ അതുകൂടി പറയാം. വെയിൽ ഈ ഡാഷ്ബോർഡിൽ കൊള്ളാത്ത രീതിയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തീപിടുത്തത്തിന് സാധ്യതയുള്ള ഇടങ്ങളുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വാഹനം ദയവായി പാർക്ക് ചെയ്യരുത്. യാത്ര തുടങ്ങുമ്പോഴേക്കും ഗ്ലാസ് ഒന്ന് താഴ്ത്തുക, വായുസഞ്ചാരം ഉറപ്പാക്കി യാത്ര തുടങ്ങുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഈ ചൂട് കാലത്ത് കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത്. കുറച്ച് കഴിഞ്ഞ് മാത്രം ഈ വാഹനം ഓടിച്ച് കുറച്ച് പോയതിനു ശേഷം മാത്രം ഗ്ലാസ് കയറ്റി AC ഓൺ ചെയ്താൽ മതി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും ഈ പോകുമ്പോൾ ഇന്ധനമൊക്കെ വാങ്ങി ബോട്ടിലുകളിലൊക്കെ ആക്കി വണ്ടിയിൽ സൂക്ഷിക്കുന്ന പതിവൊക്കെ ഉണ്ടെങ്കിൽ അത് ദയവ് ചെയ്ത് ചെയ്യരുത്. അതുപോലെ തന്നെ മറ്റ് 2 സാധനങ്ങൾ കൂടിയുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന സ്പ്രേകൾ അല്ലെങ്കിൽ സാനിറ്റൈസർ, ഇതൊക്കെ വാഹനത്തിൽ ഇടുന്ന ഒരു പതിവുണ്ട്. പക്ഷേ അതൊക്കെ വണ്ടിയിൽ ഉണ്ടെങ്കിൽ എടുത്തങ്ങ് മാറ്റിയേക്കൂ. മറ്റൊരു കാര്യം യാത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് നമ്മൾ യാത്ര ഇങ്ങനെ ചെയ്യുമ്പോൾ തുടർച്ചയായുള്ള യാത്രയാണ്, ഈ ചൂട് സമയത്തെ യാത്രയാണ്. അപ്പോൾ യാത്രയിൽ ഇടയ്ക്കിടെ ഇടവേള എടുക്കുന്നതാണ്, ഷോർട്ട് ബ്രേക്സ്. ചിലപ്പോൾ വണ്ടിയിൽ നമ്മൾ ഈ ഓൺ ചെയ്തിടുമ്പോൾ ഇപ്പോഴത്തെ പുതിയ വാഹനങ്ങളിലൊക്കെ ഇറ്റ്സ് ടൈം ടു ടേക്ക് എ ബ്രേക്ക് എന്ന് നമുക്ക് തന്നെ ഒരു മുന്നറിയിപ്പ് നൽകുന്നതൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നമ്മൾ ഇടയ്ക്കിടെയൊക്കെ ഒരു ഇടവേള എടുക്കുന്നത് നല്ലതാണ്. ചിലപ്പോൾ ദാഹിച്ചില്ല എന്ന് വരും, എങ്കിലും ധാരാളം വെള്ളം കുടിക്കുക. യാത്രക്കിടയിൽ ധാരാളം വെള്ളം കുടിക്കുക. യാത്രക്കിടയിൽ നിന്ന് മാത്രമല്ല, ഇനിയുള്ള അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ ശരിക്കും അങ്ങ് വെള്ളം കുടിച്ചോളൂ. അതുപോലെ തന്നെ ജലാംശമുള്ള പഴവർഗ്ഗങ്ങൾ അത് വണ്ടിയിലേക്ക് വാങ്ങിച്ചിടുന്നത് വളരെ നല്ലതാണ്. ഫാസ്റ്റ് ഫുഡും കൊഴുപ്പുള്ള ഭക്ഷണവും ഒക്കെ പോകുന്ന വഴിക്ക് ഇത്രയും കാലം കഴിച്ചെങ്കിലും വലിയ ഇഷ്ടമാണെങ്കിലും അതൊക്കെ കുറച്ചു കാലം ഒഴിവാക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ കൂടുതൽ ഭക്ഷണം കഴിച്ച് വാഹനം ഓടിക്കരുത്. ലൈറ്റായിട്ട് മതി, ലൈറ്റായിട്ടുള്ള ഫുഡ് മതി. നമ്മളിപ്പോൾ ചൂട് കാലമാണ്, അതുകൊണ്ട് കൂടുതൽ ഭക്ഷണം കഴിച്ച് വാഹനം ഓടിക്കുന്ന ഒഴിവാക്കാം. അതുപോലെ തന്നെ ചായ, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇതൊക്കെ പരമാവധി ഒഴിവാക്കുന്നതാണ് ഈ ചൂട് കാലത്ത് നല്ലത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, 2 വീലറിൽ പോകുന്നവരാണ് നേരിട്ട് വെയിലേൽക്കുന്നത്. 4 വീലർ ആകുമ്പോൾ നമുക്കതിൽ AC ഒക്കെ ഇട്ട് നമ്മൾ അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങനെയൊക്കെ പോകും. പക്ഷേ 2 വീലറിൽ പോകുമ്പോൾ നിർബന്ധമായും ജാക്കറ്റും കയ്യുറയും ഒക്കെ ധരിക്കുക. ഇപ്പോൾ ഈ സൺസ്ക്രീൻ ജാക്കറ്റുകളൊക്കെ ലഭ്യമാണ്. അങ്ങനെയുള്ളതൊക്കെ വാങ്ങാൻ പറ്റുകയാണെങ്കിൽ വാങ്ങി ധരിക്കുന്നത് നല്ലതാണ്. അതുപോലെ റോഡ് മരീചിക അത് ഒഴിവാക്കാനായി സൺഗ്ലാസ് ധരിച്ചു വേണം ഇരുചക്ര വാഹനത്തിൽ പോകാൻ. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ശരീരത്തിനായി ഈ ചൂട് ഒന്ന് ഏൽക്കുന്നത് നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ല. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ മുഖം കഴുകുന്നത് നല്ലതാണ്. കണ്ണടച്ച് കുറച്ച് സമയമൊക്കെ ഇരിക്കുന്നത് നല്ലതാണ്. വാഹനം എടുക്കുന്നതിന് മുൻപ് അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം വാഹനം എടുക്കാൻ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇരുചക്ര വാഹനങ്ങളിലും അതുപോലെ തന്നെ കാറുകളും ഒക്കെ ഓടിച്ചു പോകുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ചൂടുകാലമാണ്, നമ്മൾ പതിവിലും അധികം കരുതൽ. വാഹനങ്ങൾ ചൂടാകുന്നുണ്ട്, നമുക്ക് മാത്രമല്ല നമ്മുടെ ബോഡി ടെമ്പറേച്ചർ പോലെ തന്നെ വാഹനങ്ങളും ചൂടാകുന്ന സമയമാണ്. അതുകൊണ്ട് അക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള മുന്നറിയിപ്പുകളും അതുപോലെ തന്നെ കൂടുതൽ ടിപ്സും ഒക്കെ ന്യൂസിനിടയിൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞു പോകാം.